ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ പാദവാർഷിക മൂല്യനിർണ്ണയത്തിൻ്റെ മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ മലയാളം കാണാൻ സാധിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങൾ റെഫർ ചെയ്യുക. ഇവിടെ ഒന്നാമത്തെ പ്രവർത്തനം, ശരി ഉത്തരം തിരഞ്ഞെടുക്കാം. രാമകൃഷ്ണൻ കുമരനെല്ലൂരിൻ്റെ കാക്കിരി പൂക്കിരി എന്ന കവിത ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഈച്ചയും പൂച്ചയും, തൂവൽ, പാത്തുമ്മയുടെ ആട്, പുഷ്പവാടി. ഏതായിരുന്നു ആൻസർ? ആൻസർ എന്ന് പറയുന്നത് തൂവലാണ്. അപ്പം നിങ്ങൾ ഈ ആൻസർ ഇവിടെ എഴുതുകയാണ് വേണ്ടത്, തൂവൽ. ഓക്കെ. ഇനി അടുത്തത് രണ്ടാമത്തത്, കുമാരനാശാന്റെ ഒളിച്ചുകളി എന്ന കവിതയിലെ വരികൾ ശ്രദ്ധിക്കൂ. തളിർത്തുലഞ്ഞും നിന്നിടും തരുക്കൽ തൻ്റെ ശാഖയിൽ. അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക. അടിവരയിട്ടത് തരു എന്ന പദമാണ്. തരു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മരം എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ തരുക്കൽ തൻ്റെ ശാഖയിൽ എന്ന് പറയുന്നത് മരത്തിൻ്റെ ശാഖയിൽ എന്നാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് മരം എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. ഓക്കെ, മരം. ഇനി മൂന്നാമത്തത്, ഒരു കടങ്കഥ കേട്ടാലോ. പച്ചയിൽ പുളി, പഴുത്താൽ മധുരം, പഴങ്ങളുടെ രാജാവ്, ഞാൻ ആരാണെന്ന് പറയാമോ? പച്ച ആയിരിക്കുമ്പോൾ പുളിയാണ് അല്ലേ. ഇവിടെ പുളിയുള്ളത് ഏതൊക്കെയാണ്? പുളിങ്ങയുണ്ട്, മുന്തിരിയുണ്ട്, ഓറഞ്ച് ഉണ്ട്, മാങ്ങയുണ്ട്. എല്ലാം പച്ചയിൽ പുളിയായിരിക്കും. പഴുത്താൽ മധുരമുള്ളതോ? പുളിയില്ല അല്ലേ. അതുപോലെ തന്നെ ബാക്കിയുള്ളതുണ്ട്. പഴങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, മാങ്ങ. അപ്പോൾ ആൻസർ മാങ്ങ എന്ന് നിങ്ങളിവിടെ താഴെ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയ കലാരൂപം ഏതായിരുന്നു? കഥകളി, പടയണി, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്. ആൻസർ എന്ന് പറയുന്നത് ഓട്ടൻതുള്ളൽ. 5, താഴെ കൊടുത്തിരിക്കുന്ന കൂട്ടത്തിൽ ശരിയായ അക്ഷരമാല ക്രമം പാലിക്കുന്നത്. അറക്കൻ, മടല്, തൂമ്പ, പട. പട, മടല്, തൂമ്പ, അറക്കൽ. അറക്കൽ, തൂമ്പ, പട, മടല്. മടല്, തുമ്പ, അറക്കൻ, പട. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ശരിയായിട്ടുള്ളത് എ ആണ്. കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, അക്ഷരമാല ക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യ അക്ഷരം ആയാണ്. അപ്പോൾ ആ ഉള്ളത് ഇതും മാത്രമേ ഉള്ളൂ അല്ലേ. ബാക്കിയുള്ളതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ നോക്കൂ. ഇവിടെ മാ വെച്ചിട്ടാണ്, ഇവിടെ താ വെച്ചിട്ടാണ്. ഏതക്ഷരമാണ് ആദ്യം? സോറി, ഇതല്ല കേട്ടോ, ഇതാണ്. തായാണ് ആദ്യ അക്ഷരം അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് മാ വരുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ ഇതാണ് നോക്കേണ്ടത്. രണ്ടാമത്തെ വാക്കും നോക്കുക, അതും ഒരേ അക്ഷരമാണെങ്കിൽ മൂന്നാമത്തെ നോക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ സി. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. കടങ്കഥ നിർമ്മിക്കാം. ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കൂ. ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? മയിലുണ്ട്, തവളയുണ്ട്, അതുപോലെ തന്നെ നാരങ്ങയുണ്ട്, പട്ടമുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, സബർജില്ലയുണ്ട്, പുല്ലുണ്ട്, പൂവുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കടങ്കഥ ഉണ്ടാക്കാം. ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ കുറച്ച് കടങ്കഥകളൊക്കെ പഠിച്ചു വെക്കുക. ഇനി മൂന്നാമത്തേത്, ഉത്സവ പറമ്പിലേക്ക്. അനുവിൻ്റെ നാട്ടിലെ ഉത്സവമാണ്. അനുവും അച്ഛനും അമ്മയും കൂടി ഉത്സവം കാണാനായി ഇറങ്ങി. വഴിയിൽ അത്രയും കച്ചവടക്കാരനാണ്. കളിപ്പാട്ടങ്ങളും തട്ടുകടകളും മുറുക്കും പൊരിയും. അതുപോലെ തന്നെ അങ്ങനെ എത്ര ആനകളാണ് അമ്മ നിരന്നു നിൽക്കുന്നത്? 1, 2, 3. അനു എണ്ണി 10 എണ്ണമുണ്ട്. അവൾ ആനയെ തൊടണം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കൈ പിടിച്ച് ആനയുടെ അടുത്തേക്ക് നടന്നു. എന്ത് നീളമാ ആനയുടെ തുമ്പിക്കൈക്ക്? അവൾ അത്ഭുതപ്പെട്ടു. അന്ന് അവൾക്ക് ഏറെ സന്തോഷമായി. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അനു തൻ്റെ ഡയറി എഴുതാൻ തുടങ്ങി. ഡയറി പൂർത്തിയാക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക. ആദ്യം എന്തെഴുതണം? ആദ്യം നിങ്ങൾ തീയതി എഴുതണം. അഥവാ ഇന്നിപ്പോൾ ഏതാ ദിവസം? ഇന്നത്തെ ദിവസം 11 ആണെങ്കിൽ നിങ്ങൾ എഴുതുക 11/9/24. ഇന്ന് ഏതാ ദിവസം കൂട്ടുകാരെ? ബുധൻ. അപ്പോൾ അതും എഴുതി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡയറി സ്റ്റാർട്ട് ചെയ്യാം. ഡയറി എഴുതുമ്പോൾ ഡേറ്റും അതുപോലെ തന്നെ ഡേയും ദിവസവും തീയതിയും എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. എന്നിട്ട് അനുവിന് എന്തൊക്കെ അനുഭവമാണ് അവിടെ ഉണ്ടായത് അതൊക്കെ നിങ്ങൾ 1 by 1 ആയിട്ട് എഴുതി നോക്കുക. അപ്പോൾ ഡയറി എഴുതാനും നിങ്ങൾക്ക് എക്സാമിനുണ്ടാവാം. ഇനി അടുത്തൊരു പ്രവർത്തനം, പാചകക്കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ളതാണ്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ മേരി അടുക്കളയിലേക്ക് ഓടി. ചായ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അച്ഛൻ. അച്ഛാ, നാളെ എനിക്ക് സ്കൂളിൽ പലഹാരമേളയാണ്. എനിക്കും എന്തെങ്കിലും പലഹാരം അച്ഛൻ ഉണ്ടാക്കി തരണം. ഇതുപോലെ നിങ്ങളുടെ സ്കൂളിലും പലഹാരമേള ഉണ്ടാവാറില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരത്തിൻ്റെ പാചകക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട പലഹാരത്തിൻ്റെ പേര് എഴുതുക. അതിലെന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഇനി അവസാനത്തേത് പ്രവർത്തനം 5, ഒരു പഴഞ്ചൊല്ലാണ്. പയ്യെ തിന്നാൽ പനയും തിന്നാം. ഈ പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? ധൃതിയോ തിടുക്കമോ ഇല്ലാതെ
സാവകാശം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് ഫലപ്രാപ്തി ഉണ്ടാവും എന്നാണ് ഈ ചൊല്ല് നമ്മോട് പറയുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം കൂട്ടുകാർ വായിച്ചല്ലോ. ഇതുപോലെ താഴെ തന്നിരിക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എഴുതാമോ? എന്താണ് പഴഞ്ചൊല്ല്? എല്ല് മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് എന്താണ് ആശയം? നമ്മൾ നന്നായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ആഹാരം കഴിക്കാനും നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കാനും സാധിക്കുമെന്നാണ് ഇതിൻ്റെ ആശയം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് പഴഞ്ചൊല്ല് തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാനും എക്സാമിന് വരാം. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. താങ്ക്സ് ഫോർ വാച്ചിങ്.